നമസ്കാരം. കർണാടകയിൽ സ്ഥിതിഗതികൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിമത ഗ്രൂപ്പ് രൂപപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഹൈക്കമാൻഡ് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ സ്ഫോടനാത്മകമായ പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കർണാടകയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി പരമേശ്വര എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സമാന്തരമായി കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ദളിതരായിട്ടുള്ള MLA-മാരെയും അതുപോലെ കോൺഗ്രസിലെ നേതാക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു സമാന്തരമായി ഒരു പൊളിറ്റിക്കൽ നീക്കം, രാഷ്ട്രീയമായ ഒരു നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിന് പ്രധാന കാരണങ്ങൾ പലതാണ്. DK ശിവകുമാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതോടൊപ്പം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം ഈ പരമേശ്വര പല സമയങ്ങളിലായി അവിടുത്തെ അവിടുത്തെ KPCCയോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും അത്ര പോസിറ്റീവായിട്ടുള്ള യാതൊരു സമീപനവും, ഒരു അനുകൂലമാണ് എന്നുള്ള നിലപാടുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു അവസ്ഥ വന്നതോടുകൂടി പരമേശ്വരയ്ക്ക് മനസ്സിലായി, തനിക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഈ നിലയ്ക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സിദ്ധരാമയ്യോ DK ശിവകുമാറോ ഇക്കാര്യത്തിൽ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ ഉറപ്പായ സാഹചര്യത്തിൽ താൻ കുറേയധികം MLA-മാർ തനിക്കൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദളിത് MLA-മാരെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ അത്താഴ വിരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആശയം വന്നു കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു മന്ത്രി തന്നെയായ സതീഷ് ജാക്കിഹോളി എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി സിദ്ധരാമയ്യയ്ക്കും മന്ത്രിമാർക്കും അടക്കം വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ഇതിലെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സതീഷ് ജാക്കിഹോളി എന്ന് പറയുന്ന മന്ത്രിയും സിദ്ധരാമയ്യയ്ക്കും മറ്റു ചില മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ ആരും എതിർപ്പൊന്നും അറിയിച്ചില്ല. ഇത് സംഘടിപ്പിച്ച സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ DK ശിവകുമാർ തുർക്കിയിൽ സന്ദർശനത്തിന് പോയ സമയത്താണ് ഈ രീതിയിലൊരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത്. അപ്പോൾ DK ശിവകുമാർ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകണം എന്നുള്ള ഒരു ആവശ്യം ഏറെക്കാലമായി കർണാടക കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. DK ശിവകുമാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള തരത്തിലാണ് ആ ഒരു നീക്കം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ DK ശിവകുമാറിൻ്റെ അഭാവത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സിദ്ധരാമയ്യയും ഈ പറയുന്ന ജാക്കിഹോളി അടക്കമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നേതൃത്വത്തിനെതിരായി ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഈ പറയുന്ന ജി പരമേശ്വര ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഒരു അത്താഴ വിരുന്ന് ദളിത് MLA-മാർക്ക് അതോടൊപ്പം നേതാക്കന്മാർക്ക് നൽകാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തത്. പക്ഷേ ഈ കോൺഗ്രസിനകത്തൊരു വലിയ സ്ഫോടനം നടക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന കോൺഗ്രസ് കക്ഷികൾ നിലവിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കർണാടകയാണ്. അത് തെക്കേ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ കൂടെ ഈ രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള ഒരു വിഭാഗീയത കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായി തുടങ്ങിയാൽ കർണാടക അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണുപോകും എന്ന് ഹൈക്കമാൻഡിന് കൃത്യമായി അറിയാം. നിലവിൽ എവിടെയൊക്കെയാണോ ഭരിക്കുന്നത് അവിടുത്തെ ഭരണം പോകാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമാണ്. അതായത് എങ്ങനെയെങ്കിലും അവിടുത്തെ ഭരണം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാധാന്യമുള്ള ഒരു വിഷയം. അപ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ കിടന്നുണ്ടാകുന്ന ഈ വിഷയങ്ങളെ ഒതുക്കി തീർക്കുക, അതിനുവേണ്ടി തന്നെ ഉടനെ ഹൈക്കമാൻഡ് ഇടപെട്ട് പരമേശ്വരയോട് പറഞ്ഞു, പരമേശ്വരജി, ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു വഴിയാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ DK ശിവകുമാറിനെ അംഗീകരിക്കുന്നില്ല സിദ്ധരാമയ്യ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഈ പറയുന്ന ചേരിതിരിവ് വർദ്ധിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകും, പടലപ്പിണക്കങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPക്ക് അവിടെ വളരാനുള്ള ഒരു മണ്ണായി ഇത് മാറുകയും ചെയ്യും. നമുക്കറിയാം, കോൺഗ്രസ് എവിടെയൊക്കെയാണോ ഭരിച്ചിട്ടുള്ളത് അവിടെയെല്ലാം BJPക്ക് വളരാൻ കഴിയുന്ന തരത്തിലുള്ള മണ്ണ് പാകപ്പെടുത്തി ഇട്ടുകൊടുത്തിട്ടാണ് പലപ്പോഴും കോൺഗ്രസ് അധികാരം വിട്ടു പോകുന്നത്. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടിട്ടാണ്, ആ ഒരു വീഴ്ച ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ ശക്തമായ ഒരു ഇടപെടൽ കർണാടക രാഷ്ട്രീയത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്.